ദിവസം കേൾക്കാം. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ അഭിഷിക്തൻ ദൈവദാനം ഭാഷയിൽ ഒരു സാക്ഷ്യം കേൾപ്പാൻ ഇടയായി. വചനത്തിലും പറയുന്നു, അതുപോലെ ഒരു സാക്ഷി ഉളവാക്കുന്നത് ദേവദാസന്റെ അനുഭവത്തെക്കുറിച്ചും തന്നെ നടത്തിയ വിധങ്ങളെക്കുറിച്ചും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ നമ്മൾ പലരെ കുറിച്ചും അവരുടെ കാര്യങ്ങളൊന്നും അറിയാതെ ചില ഡിവൈസിൽ വന്ന് പോകുന്നു, അല്ലെ ശുശ്രൂഷയുണ്ട്, അത്രേ അറിയുന്നുള്ളൂ. എന്നാൽ അത് കാര്യങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും തോന്നി. ഒരു ഇൻസ്പിറേഷൻ ആ വിഷയത്തിലുണ്ടായി. കാര്യം കഴിഞ്ഞ കാലങ്ങളിലെ പൗലോസുമായിട്ടൊക്കെ ചേർന്നുള്ളത്, അതുപോലെ തന്നെ ദേവദാനം ദൈവം വിളിച്ച വിളികള്, അതുപോലെ തന്നെ നടത്തിയ വിധങ്ങളുടെ കർത്താവിന് വേണ്ടി വയൽപ്രദേശത്ത് പ്രവർത്തിച്ചതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇന്നലെ കർദാസൻ ബെൻസൻ ദാനിയേൽ എന്നോട് പറഞ്ഞ്, വിൽപ്പങ്ങളിൽ ഒരു അവസരം നാളെ ഒന്ന് പ്രയോജനപ്പെടുത്താമെന്ന് ചോദിച്ചു. പക്ഷെ എൻ്റെ മുമ്പിലുള്ള ഈ 15 മിനിറ്റുള്ള എൻ്റെ ചരിത്രത്തിൻ്റെ ഒരു വാക്കുപോലും എനിക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് കൺക്ലൂഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. എന്നാൽ അതിനകത്ത് 2 ലൈന് ഗാനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അനുഭവത്തിലുള്ളതുകൊണ്ട് അത് പാടിക്കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ. വലിയവനാം നീ അനുകൂലമാണൻ, ബലവും മഹിമയും നീതാൻ. വലിയവനാം നീ അനുകൂലമാണൻ, ബലവും മഹിമയും നീതാൻ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലൻ പ്രിയ. പ്രിയരെന്നു കരുതുന്ന സഹചരെല്ലാരും പ്രിയം ലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയം ലേശമില്ലാതെയാകും. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നിൽ, നിയതം തുടരുന്നു മന്നിൽ. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നിൽ, നിയതം തുടരുന്നു മന്നിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ, പാരിലൻ പ്രിയ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ സാക്ഷ്യം ചുരുക്കമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 1978 ജനുവരി 1 ബഹറിൽ എത്തിച്ചേർന്നത്. ദൈവം ആ ദേശത്ത് ഞാൻ കടന്നു ചെന്ന നാൾ മുതൽ വലിയ ഒരു ഉയർന്ന ജോലിയൊന്നുമല്ല, സാധാരണ ഒരു ജോലിയിലാണ് ഞാൻ പ്രവേശിച്ചത്. അതിൽ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. 1981 ഞാൻ ദേശത്ത് വന്ന് വിവാഹം കഴിപ്പാൻ ഇടയായി. പ്രിയപ്പെട്ട പേര് പൊന്നമ്മ എന്നാണ്. പുള്ളിക്കാരി സ്റ്റാഫ് നേഴ്സായിരുന്നു. അതുകൊണ്ട് ഞാൻ 1982 തന്നെയും ഇവിടെ ബഹറിലെത്തിക്കുവാനിടയായി. തുടർന്ന് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ക്ലിനിക്കുകളിലും പിന്നീട് മിനിസ്ട്രിയിലും ജോലി ചെയ്യുവാനിടയായി 14.5 വർഷക്കാലം. അതിനുശേഷം ആണ് ഇവിടുന്ന് പോയത്. എന്നാൽ അതിന് പോകാനുള്ള ചില കാരണങ്ങളുണ്ട്. അതായത് 1980
7 മുതൽ ഞാൻ ചില പ്രതിസന്ധികളിലേക്ക് മാറി. ഞാൻ പുതിയൊരു കമ്പനിയിൽ പ്രവേശിച്ചു. അവിടെ ഫുഡ് സ്റ്റഫിൻ്റെ ബിസിനസ്സും ഹോൾസെയിലും ഒക്കെ ആയിട്ട് ആ സ്ഥാപനത്തിലെ അവിടുത്തെ എംപ്ലോയി ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അതിനുശേഷം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഞാൻ അവിടുത്തെ റോയൽ ഫാമിലിയുടെ കൂടെ കൂടി ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു. പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. റോയൽ ഫാമിലിയിലെ ഷെയ്ഖ് എൻ്റെ സ്പോൺസർ മാത്രമാണ്. അങ്ങനെ ഞാൻ ബിസിനസ് അവിടെ ആരംഭിച്ചു. ഒരു പിന്നെ ഹോൾസെയിലില് നമ്മൾ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലൊക്കെ സാധനം ഇമ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അത് പിന്നെ കടകളിലൊക്കെയും സെയിൽസ്മാൻമാരെ വെച്ച് സപ്ലൈ ചെയ്യുകയും അതോടൊന്നിച്ച് എനിക്ക് അതിൻ്റെതായിട്ടുള്ള 2 ഔട്ട്ലെറ്റ് ഇടാനായിട്ട് പറ്റി. സൂപ്പർ മാർക്കറ്റ് ഇട്ടു. അങ്ങനെ 1990 ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അതായത് കുവൈറ്റ് ഇൻവേഷൻ വന്നപ്പോൾ അതിനെ ബാധിച്ച് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബഹ്റിലും ലോക്കൽസ് എല്ലാം കൂടെ വലിയ വിഷയങ്ങളുണ്ടാക്കി. അവരെ തമ്മിൽ അടിയായി. ഷിയാക്കളും സുന്നികളും തമ്മിൽ പ്രശ്നമായി. അതിൽ വലിയൊരു ലഹളകളുണ്ടായി. ഇവിടുത്തെ ആൾക്കാർ മരണപ്പെടുകയും അതുപോലെ തന്നെ കടകളെല്ലാം സ്ഥാപനങ്ങളൊക്കെ അഗ്നിക്കിരയാക്കി തീരുകയും ഒക്കെ ചെയ്ത ഒരനുഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഷിയാക്കൾ അവർക്കാണ് ഇവിടെ മെജോറിറ്റി ഉള്ളത്. അങ്ങനെ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് റോയൽ ഫാമിലിയാണല്ലോ ഇതിൻ്റെ സ്പോൺസർഷിപ്പ് ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അവർ നശിപ്പിക്കുവാനും തീയിടുവാനും ഒക്കെ ആയി. രാത്രി 2 മണിയായപ്പോൾ വല്ലാത്ത ഒരു സമയത്ത് പോലീസുകാരൊക്കെ ആ സമയത്ത് അവരുടെ പെട്രോളിങ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ്. പക്ഷെ അവർക്ക് പോലും ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ആ സംഭവത്തോടുകൂടി എനിക്ക് ഭയങ്കരമായൊരു ഞാൻ വളരെ ഒരു പ്രശ്നത്തിലേക്ക് അങ്ങ് വീഴുവാനായിട്ടിടയായി. വലിയൊരു ലോസ് ഉണ്ടായി. കാര്യം എന്ന് വെച്ചാൽ ഇതേ സമയം തന്നെ കടകളിലൊക്കെ സാധനം സപ്ലൈ ചെയ്യുന്ന സെയിൽസ്മാൻമാരൊക്കെ പറയുന്നു ഈ കട കത്തിപ്പോയി, ഇന്ന കട കത്തിപ്പോയി, അവിടെ നിന്ന് പണം കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വലിയൊരു ടോട്ടലി ആ സ്ഥാപനം കൊണ്ട് എനിക്കൊരു ഭീമമായ എമൗണ്ട് നഷ്ടപ്പെട്ടു. ഇവിടുത്തെ 62,000 ദിനാറോളം നഷ്ടപ്പെട്ടു. ആ ഒരു വലിയൊരു സംഭവത്തിൽ കൂടെ പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പോട്ട് പോകാനായിട്ട് ഇനിയും വേറെ വഴിയൊന്നുമില്ല. അത് എന്തുകൊണ്ടോ എനിക്ക് ആ സമയത്ത് വ്യക്തമായിട്ട് ചില വിഷയങ്ങൾ എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ ഒത്തിരി റോയൽ ഫാമിലിയുടെ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഒത്തിരി മനസ്സിൽ വളരെ ചിന്തകൾ വന്നായിരുന്നു. കാര്യം എന്നാ വെച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഈ സെയിം ടൈമിൽ എൻ്റെ വൈഫും മിനിസ്ട്രിയിൽ നിന്ന് ഒരു ലെറ്ററുമായിട്ട് വന്നിരിക്കുന്നു. അവർ 15% ബഹർനൈസേഷൻ നടത്തുക, അതുകൊണ്ട് നോട്ടീസ് തന്നെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്കും പിന്നെ ടെർമിനേഷൻ ലെറ്റർ കിട്ടി. അങ്ങനെ വന്നപ്പം ഞാൻ ആകപ്പാടെ തകർന്നു പോയ സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ സംഭവിക്കുമ്പോഴേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആത്മീയമായിട്ട് വളരെയധികം മുമ്പോട്ട് ആയിരുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ലോകത്തിൽ ആശ്രയിച്ചു, മനുഷ്യരിൽ ആശ്രയിച്ചു. പ്രത്യേകിച്ച് റോയൽ ഫാമിലി ആയതുകൊണ്ട് അവരൊക്കെ എനിക്ക് സ്ട്രെങ്തായിട്ട് കൂട്ടണമെന്നുള്ള കൊണ്ട് ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് ഞാൻ ഒത്തിരി പുറകോട്ട് പോയി. ഞാൻ അവരെയൊക്കെ ആരാധനയ്ക്ക് കൊണ്ട് ചർച്ചിൽ വിട്ടേച്ച് പോകും, ആരാധനയ്ക്ക് കയറത്തില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ അപ്പം ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ഒരു ദൈവത്തിന് ചില വലിയ പദ്ധതികളുണ്ട്. ചിലതൊന്നല്ല പറയാനായിട്ടുള്ളത്. കാര്യം എൻ്റെ മാതാവ് മുഴുവൻ സമയം സുശേഷ വേലയിലായിരിക്കുന്നു. അപ്പോൾ ഒരു മകൻ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ ആ മകനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിന് നിറവേറ്റിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മുമ്പും ബിമ്പും അടച്ചു, വഴികളെല്ലാം അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ ഭാരമായി വെച്ചു. അങ്ങനെ തുടർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നീട് മനസ്സിൽ വളരെ ചിന്തകളാണ്. റോയൽ ഫാമിലിയുണ്ട്, എന്തോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ബാധ്യതകളെല്ലാം വരും. ബാങ്കിൻ്റെ ലോണുണ്ട്, ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. നാളത്തെ അവസ്ഥ എന്താ? ഞാൻ വളരെ ഭാരപ്പെട്ടു. തുടർന്ന് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ വന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് പെട്ടെന്ന് നിയമം
എനിക്കെതിരായി വന്നു. കാരണം ഇത്രയും വലിയ ബാധ്യതകളെല്ലാം ഉണ്ടല്ലോ. അതിൻ്റെ പേരിൽ അവർ ട്രാവൽ ബാൻ വെച്ചു. യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. പിന്നെ അതിൻ്റെ ബാങ്കുകാർ അവർ കേസ് ഫയൽ ചെയ്തു. അങ്ങനെ വളരെയധികം പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഒന്നിനും നിയമത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു കോർട്ടിൽ പോയി അറ്റൻഡ് ചെയ്യാനോ ഒന്നിനും ദൈവം ഇടയാക്കിയില്ല. ദൈവത്തിൻ്റെ അതാണ് ഞാൻ പ്രത്യേകമായിട്ട് എനിക്ക് സാക്ഷ്യമായിട്ട് പറയാനുള്ളത്. പലർക്കും പല അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴവർ നമ്മൾ നേരോടെ നടക്കുന്നതിൻ്റെ കൊണ്ട് ദൈവം ഒരു ദോഷവും വരുത്തത്തില്ല. അതുകൊണ്ട് ഒന്നിനും പരസ്യക്കോലമാകാനോ ഒന്നും ദൈവം ഇടയാക്കിയില്ല. പക്ഷേ യാത്രയുള്ള ബന്ധത്തിൽ നമുക്ക് ആ രാജ്യത്തു നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നതനുസരിച്ച് ക്ലിയർ ചെയ്യുകയും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അത് ക്ലിയർ ചെയ്യാതെ യാത്ര ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ സമയം ഞാൻ എൻ്റെ കുടുംബത്തെ പെട്ടെന്ന് ദേശത്തോട്ട് അയച്ചു. കാര്യം എന്ന് വെച്ചാൽ അവരവിടെ നിന്ന് കഴിഞ്ഞാലും ഇനി വേറെ സ്ഥലത്ത് ജോലി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ കടങ്ങൾ വീട്ടുവാൻ അല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അവരും നമുക്ക് പറ്റിയ വിഷയത്തിൽ അവരും അതിനകത്ത് കഷ്ടം അനുഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുകൊണ്ട് അവരെ ഞാൻ പറഞ്ഞ് ദേശത്തേക്ക് അയച്ചു. എന്നാൽ ചില വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഞാൻ വളരെയധികം ദൈവസന്നിധിയോട് അടുക്കുവാനും എൻ്റെ വിഷയങ്ങൾ വെച്ച് ദൈവമക്കളൊക്കെ ഈ ദേശത്ത് പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായി. പക്ഷേ പ്രാർത്ഥനാ വിഷയം ഞാൻ കൊണ്ടു കൊടുക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ലാതെ ദേശത്ത് ഇത് അറിഞ്ഞിട്ട് ഒരു വിഷയമായി വന്നിട്ടില്ല. അതാണ് ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ. അങ്ങനെ ഞാൻ കുറേ നാൾ അങ്ങനെ പലരും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ പലരോടും ഞാൻ എൻ്റെ പ്രാർത്ഥന വിഷയങ്ങൾ അവരെ അറിയിച്ചു. അവർ പ്രാർത്ഥിച്ചു. അതും അറബി രാജ്യത്തെ ഇവിടുത്തെ നിയമങ്ങളല്ലേ. അങ്ങനെ ആയപ്പോൾ എൻ്റെ സ്പോൺസർ ഷെയ്ഖ് ഇബ്രാഹിം താൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു തരത്തിൽ വിഷമിക്കേണ്ട, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചല്ലേ, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് എന്നാൽ നോക്കണേ, എൻ്റെ ഈ സ്ഥാപനം ഇങ്ങനെ തകരുന്നതിൻ്റെ ഒരു 48 മണിക്കൂർ മുമ്പ് സ്ഥാപനത്തിൻ്റെ ഇൻഷുറൻസ് എക്സ്പയറി ആയി പോയി. അതും സംഭവിച്ചു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഇതിങ്ങനെ സംഭവിക്കുമെന്നറിയാതെ. അങ്ങനെ സമയങ്ങൾ മുമ്പോട്ട് പോയി. ഒരു ദിവസം ഷെയ്ഖ് ഇബ്രാഹിം, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമെന്ന് പറഞ്ഞാൽ അത് ഷെയ്ഖ് ഇബ്രാഹിം പറഞ്ഞ് എൻ്റെ അടുത്ത് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ കിടന്നാൽ എനിക്ക് ഉറക്കം വരുന്നില്ല, നിൻ്റെ രൂപമാണ് എൻ്റെ മുമ്പിൽ വരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ലെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ കൊണ്ട് കോർട്ടിൽ പോയിട്ട് ജഡ്ജിയുടെ അടുക്ക പറഞ്ഞു, ഇവൻ്റെ പേരിലുള്ള ലയബിലിറ്റീസ് മുഴുവൻ എൻ്റെ പേരിലേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞു. എൻ്റെ ആ സമയം ഈ ജഡ്ജി പോലും അമ്പരന്ന് ഇതെന്തോ ഇങ്ങനെ ഷേഖ് ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് മാറ്റണം, ആവശ്യമാണ്. ഏതാണ്, അവന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവൻ്റെ പേരിൽ എത്ര ബാധ്യതയുണ്ടെങ്കിലും ഞാൻ എൻ്റെ റോയൽറ്റിയെന്ന് തന്നു തീർത്തോളാം, അതുകൊണ്ട് അതിന് അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഷെയ്ഖ് അവിടുത്തെ ബോണ്ട് പേപ്പറിലെല്ലാം സൈനെല്ലാം ചെയ്ത് കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അന്ന് എൻ്റെ മകള് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞതുപോലെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം നടന്നിട്ട് വർഷങ്ങൾ കഴിയുന്നു, 7-8 വർഷങ്ങൾ കഴിയുന്നു. ഈ സമയം തന്നെ ഞാൻ ട്രാവൽ ചെയ്യാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 10ാം വർഷത്തിലോട്ട് അടുത്ത് വരികയാണ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഷെയ്ഖ് ഇബ്രാഹിം പറഞ്ഞത് കൊണ്ട് ഞാൻ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു. പക്ഷെ വീണ്ടും സന്തോഷിച്ചിരിക്കുമ്പം തന്നെ അതിൻ്റെ മേലെ വീണ്ടും ഒരു കരുനിഴൽ വീഴുവാനായിട്ടിടയായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടഞ്ഞു. ബാങ്കുകാർ പറഞ്ഞു, റോയൽ ഫാമിലി ഞങ്ങൾ തന്നോളാം, ഞങ്ങളുടെ കാശെന്ന് പറഞ്ഞ് ഏറ്റു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതിക്കാം. പക്ഷേ ഒരു വിഷയത്തിലും ഞങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളോട് മേലെ ഇന്ന് ചോദ്യം ഉണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഷെയ്ഖ് അവരുടെ ഓഫീസുകളിലും ബാങ്കിലെല്ലാം പോയി പറഞ്ഞു, അവന് വേണ്ടി നിങ്ങളത് ചെയ്യണം, ഞാൻ നിങ്ങളുടെ പൈസയും തന്നോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരെടുക്കാതെ വന്നു. അങ്ങനെ പിന്നീട് ഒരു ദുഃഖത്തിൻ്റെ ഒരു പ്രയാസത്തിലേക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ
പെട്ടെന്ന് ഷെയ്ഖ് ഇബ്രാഹിം ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവം പെട്ടെന്ന് എന്നെ അറിയിച്ചു. അവരുടെ എന്ന് പറഞ്ഞാൽ മരണവും അടക്കവും കാര്യങ്ങളെല്ലാം പെട്ടെന്നാണല്ലോ. പക്ഷേ നമ്മളെ അത് വലിയൊരു ദുഃഖത്തിലേക്ക് താഴ്ത്തി. അതുകൊണ്ടാണ് ഞാൻ 2019 പാസ്റ്റർ ബെൻസൺ ദാനിയേൽ ധാരണി വന്നപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂ പോലെ ദേവദാസൻ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴേ ഞാൻ അതിനകത്ത് ചില കാര്യങ്ങളെല്ലാം എൻ്റെ സാക്ഷ്യം പറയുകയും അത് 2020 തോന്നുന്നു അത് പിന്നെ ദേവദാസൻ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തായിരുന്നു. അത് അങ്ങനെ ദൈവം അതുകൊണ്ട് ആ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്രാഹിം മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നമ്മുടെ ആശകളും എല്ലാം തകർന്നെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ദൈവജനത്തിലെ 77 സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ വഴികൾ പെരുവെള്ളത്തിലും അവൻ്റെ വഴികൾ സമുദ്രത്തിലും അവൻ്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, അവൻ്റെ കാൽച്ചുവടുകളെ വഴിയെ നാം അറിയാതിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. എന്നാൽ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇത് സംഭവിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഭക്തരെ അവനെ രക്ഷിക്കണമെന്ന് താല്പര്യം ഉണ്ട്. ദൈവത്തിന് ഹിതമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പല വഴികളുണ്ടെന്നുള്ളതാണ് കാണിച്ചത്. ഷെയ്ഖ് ഇബ്രാഹിമിൻ്റെ മരണം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും വിശ്വാസികൾ ഉൾപ്പെടെ ആയാലും നമുക്ക് എല്ലാവരും ഇത് അസ്തമിച്ചല്ലോ, ഇത് ഇവിടെ കൊണ്ട് തീരുകയാണെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ അത് സംഭവിച്ചത് അവരവരുടെ ഖുർആനിനകത്ത് എഴുതിയിരിക്കുന്നത് അന്ന് വരെയും ഒരു ബാധ്യതകളും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണല്ലോ ഷെയ്ഖ് ഇബ്രാഹിം. ഒരു പ്രത്യേകിച്ച് റോയൽ ഫാമിലിയാണ്, മറ്റൊരു ആർക്കും ഒരു ബാധ്യതകളില്ല. എന്നാൽ അവർ ഖുർആനിൽ എഴുതിയിരിക്കുന്നത് ഭൂമിയിൽ ബാധ്യതകളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് പിന്നെ നിത്യത കിട്ടത്തില്ല, അവരുടെ ആത്മാവിന് പാരഡൈസ് കിട്ടത്തില്ല, ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്നുള്ളത് അവരുടെ ഖുർആൻ പ്രകാരം അവരതാ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ബാധ്യത പുള്ളി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണല്ലോ പുള്ളി മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റോയൽ ഇൻഷുറൻസ് ആ എമൗണ്ട് എല്ലാം കൂടെ അവർ മീറ്റിംഗ് എല്ലാം കൂടിയിട്ട് റോയൽ ഇൻഷുറൻസ് ആ എമൗണ്ട് വൈപ്പ് ഔട്ട് ചെയ്ത് എന്ന് കളഞ്ഞ് എന്നെ അതിൽ നിന്ന് ഫ്രീ ആക്കി എനിക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യവും അവരൊരുക്കി തന്നു. തിരിച്ച് ആ ഫാമിലി തന്നെ തിരിച്ച് ഞാൻ ബഹറിലെത്തുവാനായിട്ടുള്ള എനിക്കുള്ള കാര്യങ്ങളെല്ലാം അവർ ഒരുക്കി തരികയും ചെയ്തു. അവരുടെ ഫാമിലി തന്നെ ഒരു വ്യക്തിയുടെ വിസയിൽ തിരിച്ച് ഞാൻ ബഹറിൽ വരുവാനും ഇടയാക്കി. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കാര്യം എങ്ങനെ എത്തിട്ട് അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ദേശത്ത് നാട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ പോയി എൻ്റെ സാക്ഷ്യം ദൈവസഭയിലും എല്ലായിടത്തും അറിയിക്കുവാൻ ഇടയായി. അങ്ങനെ ഒരു വലിയ വിടുതൽ ഗൾഫ് രാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം, എനിക്ക് തന്നെയാണത് ദൈവം ചെയ്ത വലിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ദൈവത്തിൻ്റെ കാര്യം വീര്യം പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇന്നിപ്പം ഇവിടെ ദൈവസഭയിൽ ആണെങ്കിൽ പലരും ഞങ്ങളുടെ കർത്തദാസന്മാരൊക്കെ പറയും നമുക്കൊക്കെ മൈക്കിൽ നിന്ന് ഇഷ്ടംപോലെ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റും, പക്ഷേങ്കിൽ ഫിലിബ്രർ കടന്നുപോയ വഴി എന്ന് പറഞ്ഞാൽ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ ഫ്യൂസ് അടിച്ചു പോകുന്നു പറയാം. അപ്പം അങ്ങനെ ഒരവസ്ഥയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു, ദൈവാത്ഭുതകരമായി സഹായിച്ചു. അങ്ങനെ ഇന്ന് സന്തോഷത്തോടെ പലയിടത്തും കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം എനിക്ക് ഇടയായിക്കൊണ്ട് ഇരിക്കുന്നു. ഈ അവസരം കർത്താവിൻ്റെ ദാസനും കുടുംബത്തെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇങ്ങനെ ഏത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിലും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന്